അങ്ങനെ ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ചെക്ക് വിടാനുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ചെക്കൊക്കെ എഴുതി നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് ഓഫീസിലോട്ട് വന്നു. ഓഫീസിലോട്ട് വന്ന സമയത്തായിരുന്നു വേറൊരു 12 ബോക്സിൻ്റെ ഓർഡറും കൂടെ കിട്ടിയത്. അത് നമ്മുടെ പാലക്കാട് തങ്കം ഹോസ്പിറ്റലിലേക്കായിരുന്നു. അങ്ങനെ ആ ഒരു ഓർഡർ കൊണ്ട് ഡെലിവറി ചെയ്തു. ഡെലിവറി ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഓഫീസിലോട്ട് വന്നു. കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് ഒരു ഓർഡറും കൂടെ കിട്ടി. അതൊരു 10 ബോക്സിൻ്റെ ഓർഡർ ആയിരുന്നു. അപ്പോൾ നേരെ സിസ്റ്റത്തിൽ പോയി ബില്ലടിച്ചു. ബില്ലടിച്ചതിന് ശേഷം നേരെ ആ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ താരേക്കാടുള്ള കേരള പേപ്പർ മാർട്ടിക്കായിരുന്നു. അവിടെ 10 ബോക്സ് ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ട്രിപ്പായിട്ട് ആ 10 ബോക്സ് അവിടെ കൊണ്ട് ഇറക്കി കൊടുത്തു. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി ഒരു കൊറിയർ അയക്കണ്ടായിരുന്നു. നേരെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ പോയി ടോക്കൺ എടുത്ത് അവിടെ ഇരുന്ന് കൊറിയർ അയച്ചു. അങ്ങനെ സമയം ഇങ്ങനെ കടന്നുപോയി. വൈകുന്നേരം 7:30 7:30 കണക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം നേരെ വിട്ട് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലുള്ള TNTക്കായിരുന്നു. അവിടെ പോയതിന് ശേഷം ഒരു ഷവായ പറഞ്ഞു. ആദ്യം ക്വാർട്ടർ മസാല ഷവായാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുബൂസ് ഉണ്ടായിരുന്നു, അത് തികഞ്ഞില്ല. രണ്ടാം വർഷം വീണ്ടും ഒരു ക്വാർട്ടർ മസാല ഷവായും പറഞ്ഞു. ഞങ്ങൾ രണ്ടാലും മസാല ഷവായ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. ഒരു നായ്ക്കുട്ടി കാറിന് പുറത്തും തള്ളിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നും കഴിച്ച് മതിയായില്ല, നല്ല വിശപ്പ്. വീണ്ടും നമ്മുടെ പാലക്കാടുള്ള റെസ്റ്റോറൻറ്റ് കാഫിയിൽ പോയിട്ട് 2 ചീസ് ബർഗർ വാങ്ങിച്ച് കഴിച്ചു. അതും കഴിച്ചിരിക്കുന്ന സമയത്ത് എന്നാൽ നമുക്കൊരു ജ്യൂസും കൂടെ കുടിച്ച് എന്നാൽ ദിവസം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ഫ്രൈഡ് റൈസ് കോർണറിൽ പോയി 2 ഗ്രേപ്പ് ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീരാഗ് എന്തൊക്കെയോ കഥയും പറഞ്ഞ് നിൽക്കണ്ടായിരുന്നു. നമ്മൾ അതൊന്നും മൈൻഡാക്കിയില്ല.